ഹലോ ഗേസ്, ഞങ്ങൾ ഇന്ന് പോകുന്നത് സിജോൻ്റെ സിസ്റ്ററുടെ വീട്ടിലേക്കാണ് കേട്ടോ. സിജോൻ്റെ പപ്പയുടെ അനിയൻ്റെ മോളുടെ വീട്ടിലേക്കാണ്. അവിടെ ഉണ്ണിയുടെ ബർത്ത്ഡേ ആയിരുന്നു. വ്യാഴാഴ്ചയായിരുന്നു ബർത്ത്ഡേ, പക്ഷെ ഞങ്ങൾക്ക് ഇന്നാണ് ഒഴിവ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇന്ന് സാറ്റർഡേ ആണ് പോകുന്നത്. അപ്പോൾ അവിടേക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി സിജോൻ്റെ ചിറ്റ പറഞ്ഞിട്ട്, സിജോൻ്റെ പപ്പയുടെ അനിയനാണ് കേട്ടോ ചിറ്റ എന്ന് പറയണേ. അപ്പോൾ അവർ പറഞ്ഞിട്ട് ഉണ്ണിക്ക് വേണ്ടി വള വാങ്ങിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ സുജന ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ കൊച്ചു വാശി പിടിച്ചു, കാരണം ഞാൻ കുറച്ച് നേരം പുറത്തിറങ്ങി വന്ന് നിൽക്കാം കേട്ടോ. ഞങ്ങളിത് വളയൊക്കെ വാങ്ങിച്ചു. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ശരിക്കും ഇവിടെ നിന്ന് ഒരു 2.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. ഞങ്ങൾ റൂമിൽ നിന്ന് ഒരു 2:30 തോന്നുന്നു ഇറങ്ങിയത് കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഒരു 6 മണി ടൈമേ. ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ വക ഞങ്ങൾ ഉണ്ണിക്ക് ടോയ്സൊക്കെ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് ഒരു ഡ്രസ്സൊക്കെ വാങ്ങിക്കാമെന്ന് വെച്ചാൽ ഞങ്ങൾ ഇറങ്ങി. അവിടെ നിന്ന് ഗോൾഡ് വാങ്ങിച്ചു കഴിഞ്ഞ് അപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അവിടെ നമുക്ക് അധികം നേരം അങ്ങനെ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ, കാരണം അവിടെ ഈ ഗോൾഡ് കടയായക്കാനും ജ്വല്ലറി ആയക്കാനും എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിരുന്നില്ല. 4 സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വെറൈറ്റി വളകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല ഡിസൈൻ ഉണ്ടായിരുന്നു. നമുക്കതൊന്നും എടുക്കണത് എനിക്ക് പേടിയായിരുന്നു, അതിന് എടുത്തില്ല. അതിന് ഞങ്ങൾക്കൊരു ഉടുപ്പ് വാങ്ങിച്ചു, അവൾ ഉണ്ണിക്കൊരു ഉടുപ്പ് വാങ്ങിച്ചു, പിന്നെ ഒരു കാറ് വാങ്ങിച്ചു, പിന്നെ ടോയ് വാങ്ങിച്ചു. അങ്ങനെ ഇവിടെ ആണെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അതേ ചുണ്ടിങ്ങനെ ഓടി നടന്ന് നോക്കുകയാണ് കേട്ടോ. കാരണം എനിക്ക് തന്നെ കൊതിയായി, കാരണം എന്തോരം ഐറ്റംസ് ആയിരുന്നു ഇവിടെ. ഞങ്ങൾ വിയർ മാർട്ടിലാണ് വന്നിരിക്കണേ. ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. നേരത്തെ എത്തണമെന്നുണ്ടായിരുന്നു അവിടേക്ക്, പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു സമയം പിടിച്ചു ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. അവളവിടെ ഓടിക്കളിക്കുകയാണ്. ഇത് കിച്ചൺ സെറ്റ്, ഡോക്ടർ സെറ്റാണ് കളിക്കാനായിട്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ബില്ലൊക്കെ അടിച്ച്, ബില്ലിങ്ങനെ കുറച്ച് സമയം പിടിച്ചു. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ച് നേരം വണ്ടിയൊന്ന് ഞങ്ങൾ സൈഡ് ഒതുക്കി ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി. പിന്നെ വീണ്ടും യാത്ര തുടർന്ന് കുറേ സമയം നമുക്ക് ഇരുന്നിരുന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് ടയേർഡായി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഫുഡൊക്കെ ഇടയ്ക്ക് നമ്മൾ കഴിക്കാനൊക്കെ ആയിട്ടുള്ള ഫുഡൊക്കെ ചുണ്ടുവാനും കുറച്ച് ഇതൊക്കെ വെള്ളമൊക്കെ അന്നേരം എടുത്ത് പിടിച്ച് വെള്ളം കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അങ്ങനെ തുടർന്ന് പോകാൻ കേട്ടോ. ഇവിടെ നല്ല വെയിലാണ്. ഇവിടേക്ക് ഭയങ്കര വെയിലായിരുന്നു, നല്ല ചൂടും ഉണ്ടായിരുന്നു ഒന്ന്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാട്ടൊക്കെ വെച്ച് അങ്ങനെ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് എത്തിയ പോലെ എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ അറിയില്ല അങ്ങനെയെന്ന്. ശരിക്കും ഇപ്പോൾ സമയം ഒരു 6 മണി ടൈമായി ഇവിടെ. കണ്ടില്ലേ, സൂര്യാസ്തമയമായി തുടങ്ങിയായിരുന്നു. പക്ഷേ സമയം പിന്നെ കൊച്ചുള്ള കാരണം പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ സമയം അങ്ങനെ പോയി. നമ്മളിവിടെ എത്തി കേട്ടോ. ഞങ്ങളിവിടെ എത്തി. ഇപ്പോൾ സമയം 2 മണിക്കൂർ കഴിഞ്ഞിവിടെ എത്തി. ഇപ്പോൾ സമയം 6 മണിയായി. നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ എത്ര 2:30 ഇറങ്ങി ഞങ്ങൾ കേട്ടാ. 6 മണി ഇവിടെ എത്തിയപ്പോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കഴിയുമ്പോൾ ലേറ്റ് ആയത് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ കയറാൻ പോവാണ്. യൂട്യൂബിലെ വിഷയതേ. അങ്ങനെ നമ്മളിതേ ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങനെ പോവാണ്. ഞങ്ങൾ ഇന്ന് വന്നിട്ട് നാളെ തന്നെ പോയിരുന്നു. പക്ഷെ ഒരു ലോഡ് സാധനങ്ങളുണ്ടായിരുന്നു, ഡ്രസ്സും എല്ലാം കൂടി. ഇതാണ് ഇവിടുത്തെ ലിവ്യയുടെ ഉണ്ണി ഹെയ്തലും കേട്ടോ. ഇവിടെ ഞാൻ ആദ്യമായിട്ട് വരണേ. സിജുവിന് മുമ്പ് വന്നിട്ടൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്നിട്ട് വന്നതിന് ശേഷം അങ്ങനെ ഞങ്ങളിതേ പോവാണ്. കേറി തുമ്പി നോക്കി, തുമ്പി കണ്ട കേറ്. ഞങ്ങളന്ന് ഞാനും ലിവ്യൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ വന്നത്. അബുദാബിക്ക് ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. പിന്നെ ഒരു തവണ ലിവ്യ ഞങ്ങൾ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഞങ്ങൾ കാണുന്നത് തന്നെ. പിന്നെ ലിവ്യ ഞങ്ങൾക്ക് ചായയും കഴിക്കാനൊക്കെ എടുത്തൊന്ന് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. ജസൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ജസൽ ലിവ്യയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ ആൾ വന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ പിള്ളേർ പിന്നെ ഓടിക്കളിക്കായിരുന്നു ഇവിടെ. ഇവിടെ മറ്റത് വെച്ചിട്ടുണ്ട്.
അതിനെ തീറ്റിക്കണ്ട. കുറച്ച് കഴിഞ്ഞ് പിന്നെ ജസ്സിൽ വന്നു കേട്ടോ. പിന്നെ ഞങ്ങളിത് നമ്മുടെ മെയിൻ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇന്നാ ഉണ്ണിക്ക് ഗിഫ്റ്റ്. കൊണ്ടുവാങ്ങിക്കോ എൻ്റെ അങ്ങനെ നമ്മളിത് സർപ്രൈസ് ഗിഫ്റ്റ് സിജക്ക് കൊടുക്കുകയാണ് കേട്ടോ. ചിറ്റയും മേമയുടെയും നവ്യയുടെയും വകയുള്ള സർപ്രൈസ് ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുകയാണ്. അവളോട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അത്. ഉണ്ണിക്ക് നമ്മൾ പാകാവുന്ന ഒരു ഏകദേശം അളവ് വെച്ചാണ് നമ്മൾ എടുത്തത്. പക്ഷേ ഇച്ചിരി ലൂസായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ പിന്നെ റെഡിക്കാമല്ലോ. അപ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു കറക്റ്റ് അളവേ. അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ നോക്കുകയാണ്, അവൾ അന്തം വിട്ട് നിൽക്കുകയാണ്. അവളൊട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു അത്. എന്നിട്ട് ഉണ്ണീനെ ഇടിച്ച് നോക്കാൻ പോവാണ്. ഉണ്ണിയപ്പോൾ ഇത് അങ്ങോട്ട് ഓടിപ്പോയിരിക്കുകയാണ്. അവൾക്ക് ഇടിച്ച് കൊടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തായിരുന്നു. അവരോട് ഇല്ലാത്തതിന് പിന്നെ ഫസ്റ്റ് ബർത്ത്ഡേ ആണല്ലോ ഉണ്ണിയുടെ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളിങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞതാണ്. ഇതേ കണ്ടില്ലേ, ആളതിട്ടിങ്ങനെ നോക്കി നടക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ ഹാപ്പിയായി. ഉണ്ണി ഞങ്ങളുടെ അടുത്ത് ആദ്യം വന്നിട്ടുണ്ടായില്ല. പിന്നെ ഞങ്ങളുടെ അടുത്ത് കുറച്ച് നേരം കളിക്കാനൊക്കെ വന്നത്. ആളങ്ങനെ വേഗം ലിവിയുടെ മടിയിലൊക്കെ ഓടിപ്പോയിരിക്കുകയാണ് ഞങ്ങൾ കണ്ടപ്പോൾ. ഇത് ജസ്സിലുണ്ടാക്കിയ വൈനാണ് കേട്ടോ. നല്ല സൂപ്പർ വൈനായിരുന്നു. അവനിവിടെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഞങ്ങൾ പുറത്തോട്ടൊക്കെ പോയി. ഇവിടെ അടുത്ത് മാളുണ്ട്, അപ്പോൾ അത് കാണാനും പിന്നെ പുറത്തുനിന്നാണ് ഫുഡ് കഴിച്ചതൊക്കെ. ജസലിൻ്റെ വകയായിരുന്നു. ഞങ്ങൾക്ക് സ്പെഷ്യൽ ട്രീറ്റ് ആയിരുന്നു. സൂപ്പർ ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മളപ്പോൾ ഇത് അങ്ങോട്ട് നടക്കുകയാണ്. പിന്നെ രണ്ട് പിള്ളേരും നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ അവർ കിടന്നുറങ്ങി. അപ്പോൾ നല്ല ഉറക്കത്തിലാണ്. പിന്നെ എത്തിയിട്ട് വേണം ഞാൻ അവർ എനിപ്പിച്ചൊക്കെ ഫുഡ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ വർത്താനൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിവിടെ നടക്കാൻ കേട്ടോ. ജസ്റ്റ് ഫ്രണ്ടിൽ മുമ്പായിട്ട് പോയി കേട്ടോ. പിന്നെ ഞങ്ങളിത് ബാക്കിലോട്ട് ഇങ്ങനെ വരാണ്. അത് കയറിയപ്പോൾ ഫുഡെന്ന് പറഞ്ഞാൽ എന്താ പറയുക, സൂപ്പർ ഫുഡായിരുന്നു. കുറേ ഐറ്റംസ് ഉണ്ട്. നമുക്ക് തിന്നാനുള്ള കഴിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അത് സത്യത്തിൽ ഞങ്ങൾ കുറച്ച് എത്തിയപ്പോൾ ലേറ്റ് ആയിരുന്നു. പിന്നെ ഒരുപാടുണ്ട്. നമ്മളെങ്ങനെ അത് കഴിച്ച് തീർക്കാമെന്ന് തന്നെ കൺഫ്യൂഷൻ ആയിരുന്നു. ഞങ്ങൾ കുറച്ചൊക്കെ എടുത്തായിരുന്നുള്ളൂ. ഇവിടെ വീഡിയോ നമ്മളങ്ങനത്തെ കുട്ടികളെയും വെച്ച് എങ്ങനെ ഫുഡ് എടുക്കുന്നുള്ള കൺഫ്യൂഷനിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ സിജോൻ്റെക്ക് ഉണ്ണീനെ കൊടുത്തിട്ടാണ് ഞാൻ ഫുഡ് എടുക്കാൻ പോയത്. പിന്നെ ഞാൻ അവിടെ എടുത്തതിന് ശേഷമാണ് പിന്നെ സിജോൻ എടുക്കാൻ പോയത്. ലിബി പിന്നെ ഉണ്ണീനെ കൈമാറി എടുത്തില്ല. കാരണം എനിക്കെന്ന് വിചാരിച്ചിട്ട് കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവുമല്ലോ. ശുണ്ടുവിനെ കുറച്ച് നേരം ഇത്ര നേരം നല്ല ഉറക്കമായിരുന്നു. ഫുഡ് കഴിക്കാൻ നേരത്താണ് അവിടെ എനിക്കത്. ഞങ്ങളിത് ഓരോന്നും ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ ആദ്യം ഞങ്ങൾ കുറേശ്ശെ എടുത്തു. എല്ലാത്തിനും ടേസ്റ്റ് നോക്കിയതിന് ശേഷം രണ്ടാമത് എടുക്കാമെന്ന് വെച്ചു. പക്ഷേ എല്ലാത്തിനും ടേസ്റ്റ് നോക്കാൻ തന്നെ ഓരോ ടീസ്പൂൺ ഇട്ടപ്പോൾ തന്നെ എന്താ പറയുക, പ്ലേറ്റ് ഫുള്ളായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നുള്ള സംഭവം. നീ പറയും റിവ്യൂ. ഫസ്റ്റ് പ്രയോറിറ്റി ലിവിക്ക്. ഞങ്ങൾ വ്ളോഗാണ്, നീ റിവ്യൂ പറയും. വാട്ട്സ് എക്സ്പീരിയൻസ്? റിവ്യൂ ലൈറ്റായിട്ട് ഫുഡ് എടുത്തിട്ടുള്ളൂ കേട്ടോ. നേരത്തെ കഴിക്കും. ജസ്റ്റ് പിന്നെ സ്റ്റാർട്ടിങ് കുഴപ്പമില്ല. ഞങ്ങൾ രണ്ടാളും മാത്രമുള്ള ഇച്ചിരി കൂടുതൽ എടുത്തു. അയ്യോ എൻ്റെ കുറേ ഉണ്ട്. ഉണ്ടിപ്പോൾ അടിപൊളിയല്ലേ? ഞാൻ ഫുഡ് കഴിക്കാതിരുന്ന സമയത്ത് തന്നെ ഉണ്ടോ അവളെ എണീറ്റത്. പിന്നെ അവളെ ഞാൻ തുളത്ത് കെടുത്തിട്ടാണ് ഞാൻ കുറച്ച് കഴിച്ച്. പിന്നെ അവൾക്കും കുറച്ച് കൊടുത്തു. ആളധികമൊന്നും കഴിച്ചൊന്നുമില്ല, ഉറക്കപ്പിച്ചില്ലായിരുന്നു. പിന്നെ ഐസ്ക്രീം എടുത്തു.
ജ്യൂസ്, ടീ. ഞാനെന്തേ ഒരു ടീ എടുത്തു, ചോക്ലേറ്റ് കോഫി. പിന്നെ നമ്മളിവിടെ മാളിൽ വന്നേക്കാണ് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഇത് അടിപൊളിയായിട്ടോ കാണാനായിട്ട്. നൈറ്റും നമ്മളിങ്ങനെ മുകളിൽ നോക്കുമ്പോൾ ഉണ്ടാവും മൊത്തം ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ. പിന്നെ ഞങ്ങളിതേ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മാളിലേക്ക് പോകാനായിട്ട്. പിന്നെ അവിടെ നിന്ന് ചുറ്റിക്കറങ്ങിയിട്ട് ഒന്നും വാങ്ങിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഇവരെ കൊണ്ടുവന്നും കാണിക്കാമെന്നൊക്കെ വെച്ച്, പിള്ളേരെ കൊണ്ട് ഓടിക്കളിക്കാമെന്നൊക്കെ വെച്ചിട്ട് ഞങ്ങളന്ന് അങ്ങോട്ട് പോയി. പിന്നെ കുറച്ച് നേരം കറങ്ങിയിട്ടൊക്കെയാണ് പിന്നെ ഞങ്ങൾ റൂമിലോട്ട് പോയത് കേട്ടോ. പിന്നെ ചുണ്ടും ഹേതലൊക്കെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവർ ഉഷാരായി. പിന്നെ അവർ ഓടി നടന്നാണ് പിന്നെ മാളിലേക്കിട്ടൊക്കെ പോയത്. ചുണ്ട് 2.5 million. Assalamualaikum assalam. അങ്ങനെ ചുമ്മാ ഒന്നും അങ്ങനെ കറങ്ങി കണ്ടു. താഴെ മാത്രം നിന്നുകൊണ്ട് മുകളിലേക്കൊന്നും അങ്ങനെ അധികം പോയില്ല. കഴിഞ്ഞിടക്ക് തന്നെ സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ലായിരുന്നു. എന്നാലും ചുമ്മാ ഒന്ന് കറങ്ങാനായിട്ട് വന്നതാണ്. ഇതിലൊക്കെ ദേ ഉഷാറായിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. കൊച്ചിന് കിട്ടാറ് വന്ന ഇതിൽ പാവം കളി ടോയ്സൊക്കെ ഇരിക്കാൻ കണ്ടിട്ട് ആളവിടേക്ക് എടുക്കാൻ നോക്കണതാണ് കേട്ടോ. ചില്ലിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ആളവിടെ നിന്ന് അത് നോക്കി നിൽക്കുകയാണ്. ഇതേ കണ്ടില്ല. പിന്നെ ഞങ്ങൾ വിളിച്ചപ്പോൾ ഇങ്ങനെ വേഗം അങ്ങോട്ട് ഓടി വന്ന ആൾ ചുണ്ടാപ്പണി. ഇത് അവിടെ പന്ത് കണ്ടിട്ട് അത് എടുക്കാനുള്ള തിരക്കിലാണ്. ആൾക്ക് അതും എടുക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ ആൾ മാളിൽ പോയി ഇവിടെ നിന്നൊക്കെ പന്ത് എടുക്കാൻ കിട്ടാറുണ്ട്. താഴെ തന്നെ ഇരിക്കുന്നതാണ്. ഇതിപ്പോൾ ആൾക്ക് എടുക്കാനും പറ്റുന്നില്ല. ആളങ്ങനെ ഇത് നോക്കി നിൽക്കാൻ കേട്ടോ. കൊറേ ഇവിടെ എല്ലാരും കണ്ണാടി നോക്കി. അതെ ഇത് കോക്കാച്ചി നോക്കി. അമ്പോ ഇത് എന്തിട്ടൊക്കെ അത് കാണണത്. ചുണ്ടു അയ്യോ വേമ്പോക്കോ അമ്മേ നോക്കിയേ പേരിക്കുന്നേ. അയ്യോ പിടിക്കിട്ടോ ചുന്ദരി ഓടല്ലേ. പിന്നെ ഞങ്ങളതേ റൂമിൽ തിരിച്ചെത്തിയിട്ടോ. ഇത് ജസലുണ്ടാക്കിയ സ്പെഷ്യൽ പാലട പായസമാണ്. ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഉണ്ടോ പാലട. അതുകൊണ്ട് നമ്മൾ വയറ് ഫുൾ ടാങ്ക് ആണെങ്കിൽ പോലും നമ്മളത് കഴിച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. പിന്നെ ജസലിന് നാളെ നേരത്തെ പോകണമെന്ന് പറഞ്ഞു 6:30. പിന്നെ ഞങ്ങളെല്ലാവരും അങ്ങനെ ഞങ്ങൾ കിടന്ന് ഉറങ്ങാനൊക്കെ പോയി. ചുണ്ട് നല്ല കളിയിലാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് യാത്രാക്ഷീണം കാരണം ഭയങ്കര ക്ഷീണമായിരുന്നു. അവളാണെങ്കിൽ എത്ര ഉറക്കാൻ നോക്കിയിട്ട് അവൾ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ സുജോനും ഇതേ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവളെ
പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് അവൾ കിടന്നുറങ്ങിയത്. പിന്നെ രാവിലെ ഞങ്ങൾ എണീറ്റപ്പോൾ ഒരു 10:45 ആയി. ഞങ്ങൾ എണീറ്റപ്പോൾ 10:45. ലിവിയ കുറച്ച് നേരത്തെ എണീറ്റു. അവളതേ പുട്ടും കടലൊക്കെ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. ഉണ്ണിയാണെങ്കിൽ അവളുടെ ഒന്നും മാറണില്ല, ഇവളാണെങ്കിൽ എൻ്റെ ഒന്നും മാറണില്ല. ലാസ്റ്റ് ഇവളെ കിടത്തി ഞാൻ ഉറക്കിയതിന് ശേഷമാണ് പിന്നെ ഹെൽപ്പ് ചെയ്യാൻ നിന്നത് തന്നെ. അവളതേ ഇപ്പോൾ കൊച്ചിനെ ഉറക്കാൻ പോയേക്കാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫ്രീ ആയിട്ട് നിന്നപ്പോൾ ഞാൻ പിന്നെ ചായയൊക്കെ വെച്ചു. പിന്നെ ഞാനും ലിവിയാണ് ആദ്യം കഴിച്ചത്. പിന്നെ അതിൻ്റെ സുജോ കഴിച്ചു. ഞാൻ ഹെയ്തലിന് എടുത്തിട്ട് അവൾ എൻ്റെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. പിന്നെ ഞങ്ങളിത് ലിവിയും ജസ്റ്റ് ഒരു കേക്ക് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ മുറിക്കാമെന്ന് വെച്ചിട്ട് അവർ കേക്ക് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ജസൽ നേരത്തെ പോയി ഡ്യൂട്ടിക്ക് പോയി, ജസൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളിത് കേക്ക് കട്ട് ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നത്. Happy birthday to you. Mantuk. Babe, Nake, boom, 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 Nake. Happy birthday bunny. Happy birthday to you. Happy birthday to you. Bak. Sedih. Apa? ലിവ്യയുടെ ഒരു ലോഡ് സാധനങ്ങളാട്ടോ ഈ തന്നേച്ചത്. പാലട പായസം, സലാഡ്, പിന്നെന്താ കേക്കും തന്നേച്ചായിരുന്നു. അതങ്ങനെ ഒരു ലോഡ് സാധനമാണ് ഞങ്ങൾ തിരിച്ച് പോണത് തന്നെ കേട്ടോ. പിന്നെ ഇതേ ഉണ്ണിയും അവളും കൂടി താഴെ വന്ന് നിന്നായിരുന്നു. എന്നെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ പോവാണ്. നല്ല വെയിലായത് തന്നെ പിന്നെ അവർ ഇറങ്ങി വന്നിരുന്നുണ്ടായില്ല. പിന്നെ ഞങ്ങളും കുറച്ച് ലേറ്റായി. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 1:30 ശരിക്കും ആയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോവാണ്. ഇതേ നമ്മളങ്ങനെ ട്രാവലിങ്ങിലാണ്, എത്തിയിട്ടില്ല. ഏകദേശം ഇപ്പോൾ എത്തേണ്ട സമയമായിട്ടുണ്ട്. ഞങ്ങളൊരു 4:30ക്കാണ് ഇവിടെ എത്തിയത്. പിന്നെ വിളിച്ചൊക്കെ പറഞ്ഞു, എത്തിയെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങളിതേ നമ്മുടെ റൂമിലേക്ക് എത്തി. ഇത് കണ്ടില്ലേ, ടൂറ് പോണ പോലെ കടയിലൊക്കെ കയറി കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നത്. അപ്പോ ഇനി ഞങ്ങൾ ചെന്ന് ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കണം. അപ്പോൾ ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ. അപ്പം എല്ലാവരും വ്ളോഗ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം.